ഈ മെമ്പർ ഞങ്ങളുടെ ഈ ഡിവിഷനിൽ വന്ന കാലയളവിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് റോഡ്, പിന്നെ PMAYയുടെ വീടുകൾ, പിന്നെ പെൻഷൻ, അങ്ങനെ പിന്നെ കറണ്ടിൻ്റെ കാര്യങ്ങൾ എന്ത് ചെന്ന് നമ്മൾ പറഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ അത് ചെയ്തു തരാറുണ്ട്. ഇനി നമുക്ക് റോഡുകളൊന്നും ഇല്ല, ഇപ്പം എല്ലാം പൂർത്തീകരിച്ച് നല്ലൊരു അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഈ കൗൺസിലറിൻ്റെ മേലുള്ളത്. പിന്നെ ഞങ്ങളോടൊക്കെ ഇപ്പം കുടുംബശ്രീയിലാണെങ്കിലും ഞങ്ങളോടൊക്കെ നല്ല കൂട്ടായ്മയോടെ തന്നെയാണ് നിന്നിട്ടുള്ളത്. എന്തിനിപ്പോൾ വിളിച്ചാൽ എടുത്തില്ലെങ്കിലും പിന്നെ അപ്പം തന്നെ നമ്മളെ വിളിച്ച് എന്താണ് വിശേഷങ്ങളും തിരക്കി അതനുസരിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് നടത്തി തരാറുണ്ട്. എന്ത് പ്രശ്നത്തിലും വിളിച്ച ആ നിമിഷം തന്നെ ഓടി വരികയും കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങളുടെ കൂടെ തന്നെ ഇപ്പം ഇത്രയും കാലയളവിൽ ഇന്ന് വരെ ഞങ്ങൾക്ക് നല്ലതേ ചെയ്തു തന്നിട്ടുള്ളൂ. എൻ്റെ പേര് ഷീബാലാൽ. ഞാൻ 26-ാം ഡിവിഷൻ നസ്രത്ത് കൗൺസിലറാണ്. കൊച്ചി നഗരസഭയുടെ മുൻ ക്ഷേമകാര്യ ചെയർമാനും കൂടിയാണ്. ഇത് രാമേശ്വരം കോളനിയിൽ ഉൾപ്പെടുന്ന ഭാഗമാണ്. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് താമസിക്കുന്നത് നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികളാണ് താമസിക്കുന്നത്. അവരുടെ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളിലും അനുദിനം ഇടപെട്ടുകൊണ്ട് നിൽക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനാണ് നമ്മുടെ ഇവിടെ കാണുന്ന ഈ കമ്മ്യൂണിറ്റി ഹാള് എക്സ്റ്റൻഷൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരുടെ മരണമാണെങ്കിലും അടിയന്തരങ്ങളൊക്കെ ആണെങ്കിലും അവരിവിടെ വെച്ചിട്ടാണ് നടത്തുന്നത്. പിന്നെ നമ്മളുടെ ക്ഷേമ പെൻഷൻ നമ്മൾ കൊടുക്കുന്നത് ഈ ഹാളിൽ വെച്ചിട്ടാണ്. ഈ നിൽക്കുന്ന വഴിയെല്ലാം കട്ട വിരിച്ചു, കാണകളെല്ലാം വൃത്തിയാക്കി. എങ്കിലും വളരെ കൊച്ചിയിലും മറ്റുള്ള ഡിവിഷനുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ഡിവിഷൻ തന്നെയാണ്. കാരണം 8ഓളം കോളനികൾ ഉൾപ്പെടുന്ന ഒരു ഡിവിഷന്. മറ്റുള്ള ഡിവിഷനുകൾക്ക് 1 മുതൽ 7 വരെയുള്ള ഡിവിഷനുകൾക്ക് സ്മാർട്ട് സിറ്റിയുടെ പദ്ധതിയുടെ സാമ്പത്തികം ലഭിച്ചിട്ടുണ്ട്. 27-28 ലഭിച്ചിട്ടുണ്ട്. CSMLന്റെ പദ്ധതികൾ ലഭിച്ചിട്ടുണ്ട്. അമൃത് പദ്ധതികൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പദ്ധതികളുടെയും ആനുകൂല്യം ലഭിക്കാതെ തന്നെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നമ്മൾ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കിയ വളരെ നല്ലൊരു ഡിവിഷനാണ്. ഏറ്റവും സാധാരണക്കാർ തന്നെ എനിക്ക് തോന്നുന്നത് ഈ 74 ഡിവിഷനിലെ ഏറ്റവും സാധാരണക്കാർ താമസിക്കുന്ന, തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ്. കാരണം ഫിഷർമൻ കോളനി, മിനി കോളനി, രാമേശ്വരം കോളനി, RK കോളനി, അങ്ങനെ കോളനികളിലെ ഒരു സമുച്ചയമാണ്. ഇപ്പൊ കോളനി എന്ന് നമ്മൾ പറയാൻ പാടില്ലെങ്കിലും നമ്മൾ എല്ലാവരും PMAY ലൈഫ് പദ്ധതിയിൽ വെച്ചിട്ട് വീടെല്ലാം വെച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ താമസിക്കുകയാണ്. ഏകദേശം ഒരു 125-26ഓളം പുതിയ വീടുകൾ നിർമ്മിക്കാൻ ഇപ്പൊ ഇവിടെ അടുത്തൊരു പുതിയത് പണിതുകൊണ്ടിരിക്കുകയാണ്. PMAYയിൽ പണിതുകൊണ്ട് അപ്പൊ 640 സ്ക്വയർ ഫീറ്റിൽ തന്നെ പണിതുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ മിനി കോളനി, ഫിഷർമാൻ കോളനി ഭാഗത്ത് പട്ടയം നൽകാനായിട്ട് ബഹുമാനപ്പെട്ട KJ മാക്സി MLAയുടെ സഹായത്തോടുകൂടി പട്ടയം നൽകാൻ സാധിച്ചിട്ടുണ്ട്. വളരെ വിരലിനാവുന്ന 2 പേർക്ക് മാത്രമാണ് ഇനി ആ ഒരു തടസ്സം നിൽക്കുന്നത്. ഏകദേശം ഒരു ഭാഗം മുഴുവൻ 28 ഒരുമിച്ച് നമ്മൾക്ക് കൊടുക്കാൻ സാധിച്ചു. പിന്നെ ഒരു 32ഓളം കൊടുക്കാൻ സാധിച്ചു. പിന്നെ RK കോളനി നമ്മളൊരു 11 പേർക്ക് കൊടുത്തു. പിന്നെ അവർക്ക് നമ്മളൊരു ഭവന സമുച്ചയം പണിയാൻ നടത്തി. ഇപ്പൊ ഇന്നലെ ഉദ്ഘാടനം ചെയ്ത പോലെ തന്നെ നമ്മളൊരു സ്ഥലം എടുത്തിട്ടുണ്ട്. 33 സെന്റ് സ്ഥലമുണ്ട്. അപ്പൊ ആ സ്ഥലത്തിനകത്ത് RK കോളനിയിലെ ഒരു 21ഓളം കുടുംബങ്ങളെ, അതായത് 24 ഡിവിഷൻ, ശൈലത്ത ദേവസിന്റെ ഡിവിഷനിലെയും കൂടെ ഒരു 3 കുടുംബങ്ങൾ വരും. അവരെയും കൂടെ നമ്മൾ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭവനം പണിയാനായിട്ട് KJ മാക്സി MLAയുടെ ഒരു ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നൽകിക്കൊണ്ടിരിക്കും. ഞാൻ 26-ാം ഡിവിഷന്റെ ചെയർപേഴ്സൺ സെക്രട്ടറിയാണ്. എൻ്റെ പേര് എലിസബത്ത്, ഭർത്താവിൻ്റെ പേര് ഫ്രാങ്ക്ലിൻ. ഞങ്ങളിപ്പോൾ ഇവിടെ താമസിക്കുന്നത് പറഞ്ഞാൽ ഞാൻ ജനിച്ച കാലം തൊട്ട് താമസിക്കുന്ന ഒരു ഏരിയയാണിത്. എല്ലാ കൗൺസിലേഴ്സും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നവർ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പം ഇത് 5 വർഷക്കാലം ഷീബാലാൽ ഞങ്ങളുടെ കൗൺസിലറായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഈ പരിസരത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. കാണാൻ കോരാനാണെങ്കിലും, റോഡ് പണീൻ്റെ കാര്യങ്ങളാണെങ്കിലും, പൈപ്പ് ഇടാനാണെങ്കിലും,
പൈപ്പൊക്കെ ഓരോരുത്തരുടെ വീടുകളിലുമൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ് നമ്മൾ ഈ ഗവൺമെൻറ് ആയ പിന്നെ നമുക്ക് വളരെയധികം ഇത് കൗൺസിലറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കുണ്ടായിട്ടുണ്ട്. പിന്നീട് നമുക്ക് ലൈഫ് വഴിയുള്ള ഭവനങ്ങൾ ഞങ്ങൾക്കാണ് കൂടുതലായിട്ടും കിട്ടിയിരിക്കുന്നത്. ഞങ്ങളുടെ ഡിവിഷനിലാണ് അതൊത്തിരി പേർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കൊച്ചിയിൽ ഞങ്ങളുടെ ഡിവിഷനിൽ നടത്താവുന്ന അത്ര പുരോഗതി ഈ കൗൺസിലിൽ ചെയ്തിട്ടുണ്ട്. റോഡുകളാണെങ്കിലും പിന്നെ എല്ലാ ഭാഗത്തും ഉണ്ടാവും ഒരു നന്മയും തിന്മയും. അത് ഏത് കൗൺസിലർമാരാണെങ്കിലും എങ്ങനെ ഇരുന്നാലും നല്ലത് ചെയ്താലും ചീത്ത കിട്ടും, ചീത്ത ചെയ്താലും നല്ലത് കിട്ടും, അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇത് മറ്റൊരു തരത്തിലാണ്. കൗൺസിലർ ഞങ്ങളോടുകൂടിയൊക്കെ വളരെയധികം സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒത്തിരി കാര്യത്തിൽ വഴക്ക് പറയാറുണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോ. പക്ഷെ നമ്മൾ അതൊന്നും കണക്കിലെടുക്കില്ല. അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് തന്നെ ഇത്രയും കാലം ഞങ്ങൾ പോയി. സഹകരണത്തിന് ഒരു മാറ്റവും ഞങ്ങൾ വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളോടും അങ്ങനെ തന്നെ. ഞാനുമായിട്ട് ഇതിനു മുമ്പുള്ള ബന്ധമുണ്ട്, അല്ലാണ്ട് കൗൺസിലർ ആയപ്പോഴുള്ള ബന്ധമല്ല. കൗൺസിലറിന്റെ ചേച്ചി ഞാനും കൂടി 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണ് ഞങ്ങൾ. അങ്ങനെയുള്ള ആ ഒരു ബന്ധം ഇവരുടെ വീടുമായിട്ടും എനിക്കും ഉണ്ട്. അങ്ങനെ കൗൺസിലറുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. നമ്മളൊരു വേറൊരു തരത്തിൽ അവരെ മാറ്റി നിർത്തുന്ന ഒരു കാര്യം അവർ നമുക്ക് ചെയ്തിട്ടില്ല. ഇത് അംഗൻവാടിയാണ്. നമ്മുടെ ഡിവിഷനിലെ എല്ലാ അംഗൻവാടികളും സ്വന്തം കെട്ടിടം തന്നെയാണ്. 7 അംഗൻവാടികളുണ്ട്. എല്ലാം ഞാൻ വെൽഫെയർ ആയതുകൊണ്ടാണ് എന്ന് അറിഞ്ഞൂടെ എല്ലാം സ്മാർട്ടാക്കി കിട്ടി. എല്ലാം സ്മാർട്ട് അംഗൻവാടികൾ. അതുപോലെ തന്നെ കുട്ടികളും നന്നായിട്ട് ഉണ്ട്. ഈ കോളനി ഭാഗത്താണെങ്കിൽ പിന്നെ തൊട്ടടുത്ത് കാണുന്ന നമ്മളൊരു ഹോമിയോ ഡിസ്പെൻസറിക്ക് വേണ്ടി പണിതതാണ്. അപ്പം അത് ഹോമിയോ ഡിസ്പെൻസറിക്കുള്ള അനുമതി കിട്ടിയിട്ടില്ല നമുക്ക്. നമ്മളിപ്പോൾ പാലിയേറ്റീവ് കെയറുകാരുടെ ആശാവർക്കർമാർക്ക് ഇരിക്കാനുള്ളൊരു സൗകര്യമായിട്ട് നമ്മളത് നവീകരിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ള ഭാഗങ്ങൾ ഇവിടെ നമ്മളിപ്പോൾ അടുത്ത് ഈ പ്ലാൻ ഫണ്ട് വെച്ചിട്ട് നമ്മളിവിടെ ഒരു പകൽ വീടായിട്ട് തന്നെ പണിയാൻ വേണ്ടി തീരുമാനിച്ചു. മറ്റേത് ഹോളിനകത്താണ് നമ്മൾ പകൽ വീട് ചെയ്യുന്നത്. ഇത് പകൽ വീടിന്റെ പ്രോജക്റ്റ് വെച്ചിട്ട് നമ്മൾ പകൽ വീട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ അംഗൻവാടി ജിമ്മ് വനിതകൾക്ക് വേണ്ടി പ്രത്യേകം ഒരു ജിമ്മ് തുടങ്ങിയിട്ടുണ്ട്. അവിടെയും അത്യാവശ്യം ആളുകൾ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, നഗരസഭയിലെ ശുചീകരണം തൊഴിലാളികളുടെ ഏറ്റവും വലിയൊരു ഇതുള്ള ഒരു സ്ഥലമാണ് ഇത്. രാമേശ്വരം കോളനി പ്രദേശമാണ് ഉള്ളത്. എല്ലാവരും രാവിലെ നേറ്റും മാലിന്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്ലീനിങ്ങിന് എല്ലാവരും രാവിലെ പോകും, വൈകുന്നേരം വരുന്ന ആളുകളാണ്. പിന്നെ നമ്മൾ മറ്റുള്ള നഗരസഭ ഡിവിഷനുകൾക്ക് ബ്രഹ്മപുരം കത്തുപിടുത്തവുമായി ബന്ധപ്പെട്ടിട്ട് മാലിന്യം ശേഖരിച്ച് വെക്കുക, പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കണ്ടെയ്നർ കൊടുത്തത്. പക്ഷെ നമ്മൾക്ക് അന്ന് നമുക്കൊരു MCF ഉണ്ട്. നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോവാം. MCF നമ്മൾ അത് നിലവിൽ മുൻ കൗൺസിലർ KG ആന്റണിയാണ് അത് തുടങ്ങി വെച്ചത്. അത് നമ്മൾ ഭംഗിയായിട്ട് പോകുന്നു. നമ്മൾ കണ്ടെയ്നർ എടുത്തിട്ടില്ല. പ്ലാസ്റ്റിക് മാലിന്യം ഞാൻ കാണിച്ചു തരാം. അത് അതിന്റെ തുടക്കത്തിൽ ഡിവിഷനിലോട്ട് വരുന്ന ഭാഗത്ത് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗത്ത് നമ്മൾ സൗന്ദര്യവൽക്കരണം ചെയ്തിട്ട് കാർ പാർക്കിങ്ങുമായിട്ട് അതും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ MCF. നമ്മുടെ പ്ലാൻ ഫണ്ട് തുക ഉപയോഗിച്ച് നമ്മൾ പണിതാണ്. അപ്പൊ അതിനുശേഷം ബ്രഹ്മപുരം കത്തിയപ്പോൾ എല്ലാവർക്കും കണ്ടെയ്നർ കൊടുത്തു. പക്ഷെ 26ാം ഡിവിഷനിൽ കണ്ടെയ്നറിന്റെ ആവശ്യം വന്നില്ല. നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം നേരത്തെ തന്നെ ബ്രഹ്മപുരം കത്തുന്നതിന് മുമ്പ് തന്നെ കഴുകി വൃത്തിയാക്കി തരംതിരിച്ച് ശേഖരിച്ചിരുന്ന ഒരു പ്രക്രിയയാണ്. അന്ന് പിന്നെ ഇത് അവര് തൊഴിലാളികൾ അവർക്ക് പറ്റിയ ആളുകൾക്ക് വിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളത് കൃത്യമായിട്ട് ലോറി വന്ന് കയറ്റി പോവുകയാണ്. മാലിന്യ ശേഖരണത്തിലും മാലിന്യ സംസ്കരണത്തിലും വളരെ മാതൃകയായിട്ടുള്ള ഡിവിഷനാണ് 26. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് വലിയ ഫണ്ടുകളൊന്നും ലഭിച്ചിട്ടില്ല. നിരവധിയായ ചെറിയ റോഡ് പ്ലാൻ ഫണ്ടിൽ മാത്രം ഒതുങ്ങി നിന്ന്, ഡിവിഷൻ ഫണ്ട് ഞാൻ ഒരെണ്ണം പോലും എടുത്തിട്ടില്ല. പ്ലാൻ ഫണ്ടിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് എല്ലാ വർക്കുകളും റോഡുകളും കാണകളും ഒക്കെ നവീകരിച്ച് പുനർനിർമ്മിച്ച് ഇതിന് മുൻപുണ്ടായ കൗൺസിലറും അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പ്രതിപക്ഷ നേതാവ് ശ്രീ KG ആന്റണിയാണ് എൻ്റെ മുൻപത്തെ കൗൺസിലർ. അദ്ദേഹം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തത് കാരണം എനിക്കും ഇവിടെ വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പൊ നല്ല രീതിയിൽ തന്നെ ഡിവിഷൻ നടന്നു പോകുന്നു. ഞാൻ പ്രശാന്ത് CL. എൻ്റെ വീട് നസ്രത്ത് ജനതാ റോഡ്, ബാങ്കോട്ട് സമീപമാണ്. ഞാൻ ജനതാ റെസിഡൻറ്റ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ അസോസിയേഷനിൽ ഞങ്ങൾക്ക് ഈ മാഡം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒത്തിരി
ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ. കാരണം 5 വർഷം കൊണ്ട് മാഡത്തിന് ചെയ്യാൻ പറ്റില്ല മാക്സിമം ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എന്ത് കാര്യം പറഞ്ഞാലും. കാരണം ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, റോഡ് ആയിക്കോട്ടെ, കാനകളുടെ ശുചീകരണം ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ വളരെ ആക്റ്റീവായിട്ട് മാം വന്ന് വരികയും അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും വിട്ട് ഞങ്ങളുടെ കാര്യമെല്ലാം പരിഹരിച്ച് ചെയ്യും. അത് 5 വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വിഷമമുണ്ട്. കാരണം ഞങ്ങൾ വിളിച്ചാൽ ഓടിയെത്തുന്ന മാം ഞങ്ങൾക്ക് ഞങ്ങൾ ഈ ഡിവിഷനിൽ നിന്നും 5 വർഷം കഴിയുമ്പോൾ മാറുകയാണ്. പക്ഷേ എന്നിരുന്നാലും ഞങ്ങളുടെ വാർഷികത്തിന് വരികയും ഞങ്ങൾക്ക് നല്ല നല്ല ഉപദേശം തരികയും പ്രത്യേകിച്ച് നമ്മുടെ ശുചീകരണ തൊഴിലാളികളെ കറക്റ്റായിട്ട് നിർദ്ദേശിക്കുകയും നമ്മുടെ ഒരേ ഏരിയയിലും വന്ന് തീർച്ചയായിട്ടും മാഡത്തിൻ്റെ അതോടെ അവർ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് എല്ലാ വേസ്റ്റും എടുക്കുകയും ചെയ്യുന്നു. പിന്നെ മാം ഞാൻ പറയാറുണ്ട്, ഞങ്ങളുടെ അസോസിയേഷനിൽ എന്തെങ്കിലും ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും. കാരണം ഇന്നേരത്ത് ഇന്ന ദിവസം വേസ്റ്റ് കൊണ്ടുപോകുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലെങ്കിൽ തുണികൾ, ബാഗുകൾ ഇതൊക്കെ ഇന്ന ദിവസം എടുക്കുന്നുണ്ടെന്ന് ഞങ്ങളുടെ അസോസിയേഷനിൽ മെസ്സേജ് ഇടാറുണ്ട്. അത് ഞങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾക്ക് ഒരു ഉടമയാണ് ഞങ്ങളുടെ മാഡം. ഇത് 26-ാം ഡിവിഷന്റെ നസ്രത്ത് ജനതാ റെസിഡൻസിന്റെ പരിധിയിൽപ്പെടുന്ന ഒരു ഭവനമാണ്. ഇവിടെയാണ് എല്ലാ വർഷവും ഒരു വാർഷികങ്ങളൊക്കെ ആഘോഷിക്കാറുണ്ട്, മെഡിക്കൽ ക്യാമ്പ് നടത്താറുണ്ട്, ആളുകൾ ആദരിക്കാറുണ്ട്, രോഗികൾക്ക് ചികിത്സാ സഹായം നൽകാറുണ്ട്, ഭക്ഷണമായിട്ട് നൽകാറുണ്ട്. വളരെ ഭംഗിയായിട്ട് പോകുന്നൊരു റെസിഡൻസിന്റെ ഭാരവാഹികളാണ് അവർ. കൗൺസിലറുമായിട്ട്, അത് ഏത് കൗൺസിലറാണ്, മുൻ കൗൺസിലർ കെ ജെ ആന്റണി ആണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ ആയിട്ട് അവരെ വളരെ നല്ല രീതിയിൽ കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ഡിവിഷന്റെ പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്കൊരു ഇതുള്ളത് ഒരു പകൽ വീട് ഇവർക്ക് വേണമെന്നാണ്. ഞാനത് പല സമയത്തും ശ്രമിച്ചിരുന്നു. പക്ഷെ അത് ആളുകൾ അവിടെ വരുന്നതിനോട് എനിക്ക് ഹോളുകൾ ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചപ്പോഴേക്കും ചെറിയൊരു എതിർപ്പും കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പകൽ വീടിന് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രോജക്റ്റ് വെച്ചിട്ട് പകൽ വീട് നിർമ്മാണം ഈ പ്രാവശ്യത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ സർവേ നമ്പറും കാര്യങ്ങളൊക്കെ കോർപ്പറേഷൻ ഓഫീസിൽ നൽകിയിട്ടുണ്ട്. അപ്പം ഞാൻ മാറിക്കഴിഞ്ഞാലും ഇവർക്കൊരു പകൽ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്നുള്ള ഉറപ്പുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ 26-ാം ഡിവിഷന്റെ ഭരണ സമിതിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. വളരെ നല്ല, ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞതുപോലെ ശുചീകരണമാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും വീണ്ടും ഞാൻ പറയണം, വളരെ നല്ല രീതിയിൽ തന്നെ ഇന്ന് വരെ ഒരു പരാതികൾ കേൾക്കാത്ത രീതിയിൽ തന്നെ പോകാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നിരവധി റോഡുകൾ കട്ടവിരിക്കുകയും ടാർ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ മെയിൻ റോഡ് കുറച്ചും കൂടെ അതിൻ്റെ മെയിൻ്റനൻസ് ഉണ്ട്, അത് ബഹുമാനപ്പെട്ട MLA ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ രാമേശ്വരം പിടിയാമ്പാടം കോളനിയിൽ MLA-യുടെ അംബേദ്കർ ഭവന പദ്ധതി പ്രകാരം നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ഹാൾ SC വിഭാഗത്തിന് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ പകുതിയിലധികം പണി പൂർത്തീകരിച്ചു. ഇപ്പോൾ ഇന്നലെ ഞാൻ കോൺട്രാക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബില്ല് പാസ്സാകാത്തത് കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്, MLA-യോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ള SC വിഭാഗത്തിനുള്ള ആളുകളുടെ ഭവനത്തിൻ്റെ മെയിൻ്റനൻസ്, വൈദ്യുതിയും പൈപ്പും ടോയ്ലറ്റും കൂടെയുള്ള ഒരു മെയിൻ്റനൻസിൻ്റെയും കൂടെ തുക അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് SC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക്, മത്സ്യത്തൊഴിലാളികളുടെ വിദ്യാർത്ഥികൾക്കൊക്കെ ലാപ്ടോപ്പ്, പഠനോപകരണങ്ങൾ, പഠനമുറി ഒരുക്കൽ, ഫർണിച്ചറുകൾ, അങ്ങനെയുള്ളതെല്ലാം ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നമ്മൾ നിരവധി ആളുകൾക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാർദ്ധക്യ പെൻഷനാണെങ്കിലും പെൻഷനുകളെല്ലാം തന്നെ നമ്മൾ കൂടുതൽ ആളുകളെ നമ്മൾ കുടുംബശ്രീയിൽ വരുമ്പോൾ എല്ലാവരോടും പറയും, നമ്മൾ വയോജനങ്ങൾക്ക് 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ കണ്ടെത്തി ഉടനെ തന്നെ ഫോം മേടിച്ചു കൊടുത്ത് അവർക്ക് പെൻഷൻ നൽകണം. അപ്പോൾ ക്ഷേമകാര്യ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിലാകുമ്പോഴേക്കും ഞാൻ അതൊന്നും കൂടെ സ്പീഡപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒത്തിരി ആളുകൾക്ക് പെൻഷൻ നൽകാൻ സാധിക്കും. ഞാൻ കൗൺസിലറായി ജയിച്ചതിന് ശേഷം ഭരണ സമിതിയിലെ അംഗം എന്ന നിലയിൽ സാമൂഹ്യക്ഷേമ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. അതിനുശേഷം 2021 നമ്മൾ 10 രൂപയ്ക്ക് ഊണ് നൽകുന്നത് ബഹുമാനപ്പെട്ട മേയറുടെ ഒരു ആഗ്രഹപ്രകാരം നമ്മളത് നടത്തിയപ്പോൾ അതിൻ്റെ ചുമതല വഹിക്കാനുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എനിക്ക് നൽകി. അന്ന് നമ്മൾ 14 സ്ത്രീകളെയാണ്, 100 പേരെ നമ്മൾ ക്ഷണിച്ചു, അതിൽ നിന്ന് ഇൻ്റർവ്യൂ നൽകി, അതിൽ നിന്നെല്ലാം മാറി അവസാനം 14 പേരെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉച്ചഭക്ഷണം നൽകുന്ന 10 രൂപയ്ക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതി എറണാകുളം നോർത്തിൽ ആരംഭിച്ചു. അതിനുശേഷം അതിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ വൈകുന്നേരത്തെ ഡിന്നറും ആയി 24x7 ആക്കി നമ്മളത് നടത്തി. അതിൻ്റെ 4 വർഷം
അതിൻ്റെ ചുമതലയിൽ വളരെ ഭംഗിയായിട്ട് അവരോട് ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചു. നിരവധി ആളുകൾക്ക് അവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് കുടുംബം ഭവനപണി പൂർത്തിയാക്കാൻ സാധിച്ചു. ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിച്ചു. മക്കളുടെ വിവാഹം നടത്താൻ സാധിച്ചു. അവർക്കൊരു വരുമാന മാർഗം, 25,000 രൂപയിൽ കൂടുന്ന ഒരു വരുമാന മാർഗം, ഓണത്തിന് അവർക്ക് ബോണസ്, ഓണക്കോടി അത് ഈ വർഷം വരെ നമ്മൾ നൽകിയുണ്ടായി. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന നിലയിൽ GCDയിൽ നമ്മൾ ക്യാൻറ്റീൻ എടുത്തു. ഇപ്പം നാളെ 30-ാം തീയതി നമ്മൾ ഷിപ്പ് യാർഡിൽ നൽകുകയാണ്, ക്യാൻറ്റീൻ എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഫോർട്ട് കൊച്ചിയിലെ റോറോ ജെട്ടിക്ക് സമീപമുള്ള കോർപ്പറേഷൻ്റെ വക ബിൽഡിങ്ങിൽ സമൃദ്ധി വീണ്ടും കൊച്ചിയിലോട്ട് കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ ഷീ ലോഡ്ജ് 100 രൂപയ്ക്ക് താമസിക്കാനുള്ള സൗകര്യത്തിനുള്ള ഷീ ലോഡ്ജ് നമുക്ക് നൽകാൻ സാധിച്ചു. ഒത്തിരി ആളുകൾ നമ്മളോട് തിരിച്ചു വരുമ്പോൾ പറയാറുണ്ട്, മാഡം വളരെ സന്തോഷം, ഞങ്ങൾക്ക് വളരെ സുരക്ഷിതമായിട്ട് അവിടെ താമസിക്കാൻ സാധിച്ചു. 100 രൂപയ്ക്കും 20 രൂപയ്ക്ക് ഊണും 20 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾക്ക് താമസിക്കാൻ, ഞങ്ങളെ കുറഞ്ഞ വരുമാനത്തിൽ താമസിക്കാൻ സാധിച്ചു മാഡം. അതിനകത്ത് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ വളരെ സന്തോഷം തോന്നാറുണ്ട്. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന നന്മകൾ നമ്മൾക്ക് ചെയ്യാൻ, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് 100% എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം എനിക്ക് എല്ലാത്തിനും പിന്തുണ നൽകിയത് ബഹുമാനപ്പെട്ട മേയർ അനിൽകുമാറാണ്. അനിൽകുമാറിന്റെ ആ ഒരു പ്രചോദനമാണ് എന്നെ ഇതിനെല്ലാം പ്രേരിപ്പിച്ചത്. വളരെ ഭംഗിയായിട്ട് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾ ഡിവിഷനിൽ ആദ്യത്തെ കാലങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ രാവിലെ പോയാൽ അഗതി മന്ദിരങ്ങളിൽ ചുമതലയുണ്ട്, കുടുംബശ്രീയുടെ ചുമതലയുണ്ട്, അംഗനവാടികളിൽ ചുമതലയുണ്ട്. അങ്ങനെ എല്ലാത്തിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്ക് ഡിവിഷൻ വേണ്ടതുപോലെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലും കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ശ്രീമതി റിറ്റി ആണെങ്കിലും മറ്റുള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആണെങ്കിലും ഇപ്പം എൻ്റെ കൂടെ ഉണ്ട് ജാൻസി ലാലി, അവരൊക്കെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടു. ഡിവിഷൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ സഖാവ് ദാസൻ ഇടപെടുമായിരുന്നു. അങ്ങനെ ഡിവിഷൻ ഭംഗിയായിട്ട് പോകാൻ സാധിച്ചു. ഇത്രയും സേവനങ്ങൾ ചെയ്യാൻ ദൈവാനുഗ്രഹിച്ച് എനിക്ക് സാധിച്ചതിൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.